CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ പാലക്കാട് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 12 മണ്ഡലങ്ങളിലുമായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 61 ടേബിളുകളും വോട്ടുകൾ എണ്ണുന്നതിന് 203 ടേബിളുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ വിജയപ്രതീക്ഷയിൽ ആഘോഷങ്ങൾക്കൊരുങ്ങി പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കൂറ്റൻ പന്തലൊരുക്കിയും വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കിയും ആവേശത്തിലാണ് പ്രവർത്തകർ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകില്ലെന്നും വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുംവേനലിൽ ദാഹജലത്തിനായി നെട്ടോട്ടമോടി തച്ചനാട്ടുകര പഞ്ചായത്തിലെ പുതുമനക്കുളമ്പ് നിവാസികൾ. പ്രദേശത്തെ മലയിൽ കോളനി ഭാഗത്താണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ മിക്ക വീടുകളിലെയും കിണറുകൾ കടുത്ത വേനലിൽ വറ്റി വരണ്ട നിലയിലാണ്. നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ പാലക്കാട് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 12 മണ്ഡലങ്ങളിലുമായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 61 ടേബിളുകളും വോട്ടുകൾ എണ്ണുന്നതിന് 203 ടേബിളുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനായി മണ്ഡലം തിരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്. പാലക്കാട് മണ്ഡലത്തിൽ 10 ടേബിളുകളും ചിറ്റൂരിൽ 9 ടേബിളുകളുമാണുള്ളത്. കോങ്ങാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ 7 ടേബിളുകൾ, തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, മണ്ണാർക്കാട്, നെന്മാറ, തരൂർ, ആലത്തൂർ എന്നിവിടങ്ങളിൽ 6 ടേബിളുകൾ വീതമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ 5 ടേബിളുകളിലായാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക. സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന സർവീസ് വോട്ടർമാരുടെ വോട്ടുകൾ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് മാനേജ്മെന്റ് സിസ്റ്റം സംവിധാനത്തിലൂടെ എണ്ണുന്നതിനായി ജില്ലയിലാകെ 13 ടേബിളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ 2, മറ്റ് 11 മണ്ഡലങ്ങളിലും ഓരോ ടേബിളുകൾ വീതമാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. CCN പാലക്കാട്. നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ആകെ 244 ബൂത്തുകളുള്ള മണ്ഡലത്തിൽ 12 ടേബിളുകളിലായി 21 റൗണ്ടുകളിലായാണ് വോട്ടുകൾ എണ്ണിത്തീർക്കുന്നത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിക്കൊണ്ടാണ് പെരിന്തൽമണ്ണയിൽ തുടക്കമിടുന്നത്. ആദ്യ 2 റൗണ്ടുകൾ കൊണ്ട് മേലാറ്റൂരിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. തുടർന്ന് 3 മുതൽ 5 വരെയുള്ള റൗണ്ടുകളിലായി വട്ടത്തൂർ പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണും. 5ാം റൗണ്ട് പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 6 മുതൽ 9 വരെയുള്ള റൗണ്ടുകളിൽ മുനിസിപ്പാലിറ്റിയിലെ വോട്ടെണ്ണലായിരിക്കും നടക്കുക. 9ാം റൗണ്ടിൽ മുനിസിപ്പാലിറ്റിക്കൊപ്പം താഴേക്കോട് പഞ്ചായത്തിലെ വോട്ടെണ്ണലും ആരംഭിക്കും. 10 മുതൽ 12 വരെയുള്ള റൗണ്ടുകളിൽ താഴേക്കോട് പഞ്ചായത്തിലെ ലീഡ് നില അറിയാൻ സാധിക്കും. 12ാം റൗണ്ടിൽ ആലിപ്രഭ പഞ്ചായത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ച് 15ാം റൗണ്ടോടെ അത് അവസാനിക്കും. 15ാം റൗണ്ടിൽ പുലാമന്തോൾ പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുകയും 6 മുതൽ 19 വരെയുള്ള റൗണ്ടുകളിൽ അത് തുടരുകയും ചെയ്യും. 19ാം റൗണ്ടിൽ ഏലംകുളം പഞ്ചായത്തിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. അവസാന റൗണ്ടുകളായ 20, 21 എന്നിവയോടുകൂടി ഏലംകുളം പഞ്ചായത്തിലെ വോട്ടെണ്ണൽ കൂടി പൂർത്തിയാകുന്നതോടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടക്കും. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA. സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് നമുക്ക് ഉജ്ജ്വലമായൊരു വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നമ്മൾ UDF ഭരിക്കുന്ന ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലെ നല്ല രാഷ്ട്രീയ മത്സരമായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ആ രാഷ്ട്രീയ മത്സരത്തിലെ രാഷ്ട്രീയ വിജയം തന്നെയാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ജനങ്ങളുടെ ഒരു സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ തോതിലുള്ള വിജയമുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. എങ്ങനെയായിരിക്കും ഒരു ഭൂരിപക്ഷത്തിന്റെ ഏകദേശം ഓരോ പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞ് കൂട്ടി കഴിച്ചിരിക്കുകയാണല്ലോ, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു സാധ്യത? ഞാൻ ഭൂരിപക്ഷത്തെ കുറിച്ച് നമ്പറുകൾ പറയുന്നില്ല, പക്ഷേ പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ എഴുതി വെക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. CCN പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകില്ലെന്നും വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷക്കാലത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും
അവസാനം കുറിക്കുന്ന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു സുദിനമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ജനങ്ങൾ നൽകുന്ന പിന്തുണ അത് എത്രത്തോളം വലുതാണ് എന്ന് നാളെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു വലിയ സുദിനം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, നല്ല രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ UDFനുണ്ടാകും. അതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് അല്പം കൂടി കാത്തിരുന്നാൽ നമുക്കത് ബോധ്യമാകും. മലപ്പുറത്തെ 16 17 പറ്റില്ല, 16 സീറ്റുള്ളൂ. അതുകൊണ്ട് ആ 16 വലിയ ആത്മവിശ്വാസം തന്നെയാണ്. 100%. ഓക്കെ. മറ്റൊന്നേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ ആധിപത്യത്തിലായിരിക്കും ഭരണമെന്നാണ്. എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നാളത്തെ ആ ദിവസത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മുമ്പ് ഇത്തരം പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എൻ്റേതായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാനെപ്പോഴും നിൽക്കുന്ന അവിടെ തന്നെ, ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല. വെള്ളാപ്പള്ളി ആവർത്തിച്ച് അങ്ങനെ പറയും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ മലപ്പുറത്ത് കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പരാമർശങ്ങളിൽ ഞാൻ എൻ്റേതായ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടുള്ളതല്ല എന്ന നിലപാട് തന്നെയാണ് അന്നും ഇന്നും എൻ്റെ അടുത്തുള്ളത്. ഞാൻ പറഞ്ഞു നാളത്തെ, ഇന്ന് നിങ്ങൾ കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ നാളെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയോ? അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ഈ പാർട്ടിക്ക് വലിയ സംവിധാനം ഉള്ളതല്ല, ഒരുപാട് പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ. അപ്പോൾ ആ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് ഹൈക്കമാൻഡ് ചെയ്യും. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വലിയ റോളില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല സംസാരിക്കാൻ പറ്റുമോ നാളെ? അതൊക്കെ എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ കാലങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ച് വരുന്ന ചില പ്രയോഗങ്ങളല്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ സമയം തന്നെ കണക്കൂട്ടി പറഞ്ഞാൽ എങ്ങനെ? ലീഗിന്റെ റോള് വ്യക്തമായോ? CCN മലപ്പുറം. കൊടുംവേനലിൽ ദാഹജലത്തിനായി നെട്ടോട്ടമോടി തച്ചനാട്ടുകര പഞ്ചായത്തിലെ പുതുമനക്കുളമ്പ് നിവാസികൾ. പ്രദേശത്തെ മലയിൽ കോളനി ഭാഗത്താണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ മിക്ക വീടുകളിലെയും കിണറുകൾ കടുത്ത വേനലിൽ വറ്റിവരണ്ട നിലയിലാണ്. നിലവിൽ പ്രദേശത്തെ 15ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഒരു പൊതു കിണറിനെയാണ്. ഈ കിണറ്റിലെ ഉറവ വരുന്നതും കാത്ത് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കിണറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി 15ഓളം മോട്ടോറുകളാണ് ഒരേ സമയം വെള്ളം ശേഖരിക്കാനായി ഘടിപ്പിച്ചിരിക്കുന്നത്. വീടുകളിൽ നിന്നും ദൂരെയുള്ള ഈ കിണറ്റിൽ വെള്ളം ഉയരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കുട്ടികളെയാണ് നാട്ടുകാർ കാവലിരുത്തുന്നത്. കിണറ്റിൻകരയിൽ മൊബൈൽ ഫോണുമായി കാത്തിരിക്കുന്ന കുട്ടികൾ വെള്ളം അല്പമെങ്കിലും ഉയർന്നാൽ ഉടൻ വീട്ടിലേക്ക് വിവരം അറിയിക്കും. ഇതിനുശേഷമാണ് വീട്ടുകാർ മോട്ടോർ ഓൺ ചെയ്യുന്നത്. ഉറവ വരുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വേനലിന്റെ കാഠിന്യം കാരണം ഉറവ വളരെ കുറവാണെന്ന് മാത്രമല്ല, ആഴമുള്ള ഈ കിണറിന്റെ അടിഭാഗത്ത് ചെളി നിറഞ്ഞ നിലയിലുമാണ്. തന്മൂലം കലങ്ങിയ ചെളിവെള്ളമാണ് നാട്ടുകാർക്ക് ലഭിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ചാണ് തങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് പ്രദേശവാസിയായ ആമിന പറഞ്ഞു. വെള്ളത്തിന്റെ ഇടങ്ങേറ് നല്ല ഇടങ്ങേറുണ്ട്. 10-17 മോട്ടറുണ്ട്. എല്ലാരും അടിച്ചും ഇതാക്കുകയും ചെയ്താൽ വെള്ളമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ കേറും നേരാക്കി തരികയാണെങ്കിൽ എത്രയും റാഹത്തുണ്ട്. അത്ര മാത്രം തന്നെ ഉള്ളു പറയാൻ. വെള്ളത്തിന്റെ ഒരൊറ്റ കാര്യമുള്ളൂ പറയാൻ. വെള്ളമില്ലാതെ ആരും ജീവിച്ചൂലല്ലോ, അതന്നെ പറയാനുള്ളൂ. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഇടപെട്ട് കിണർ വൃത്തിയാക്കാനും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാനുമുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തെ സമ്പൂർണ്ണ സൗകര്യങ്ങളോട് കൂടിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാക്കുന്നു. നിലവിൽ ഉപകേന്ദ്രത്തിൽ അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ മാത്രമാണ് ലഭ്യമാകുന്നത്. അടിയന്തര ചികിത്സകളും ലാബ് പരിശോധനകളും ലഭ്യമല്ലാത്തതിനാൽ രോഗികൾ ദൂരെയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് വയോധികർക്കും ഗർഭിണികൾക്കും അടിയന്തര ചികിത്സ ആവശ്യമായ രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടായി തുടരുന്നു. പ്രദേശത്തെ ജനസംഖ്യയും രോഗികളുടെ എണ്ണവും വർദ്ധിച്ച സാഹചര്യത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോക്ടർ സേവനം, ലാബ് സൗകര്യം, മതിയായ മരുന്നുകൾ, അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ എന്നിവയോടെ ഉപകേന്ദ്രത്തെ PHC ആയി ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.
ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതരും ജനപ്രതിനിധികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ചെത്തല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകുമെന്ന് ബ്രാഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി, സെക്രട്ടറി അഷ്റഫ് കൂരിക്കാടൻ എന്നിവർ അറിയിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചെത്തല്ലൂർ സ്കൂൾ പടി. അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഇതൊന്ന് പൊളിച്ച് അതിൻ്റെ ഓട് മാറ്റി ഒരു ഷീറ്റാക്കി. അതിലപ്പുറം ഒരു പതിറ്റാണ്ട് കാലത്ത് ഇവിടെ ഒരു പുരോഗമന പ്രവർത്തനവും നടന്നിട്ടില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ, സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ് ചെത്തല്ലൂർ പ്രദേശം. പ്രദേശത്ത് ഏകദേശം 5ഓളം വാർഡുകളിലെ ആളുകൾ ആശ്രയമായിട്ടുള്ള ഈ ഒരു പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് SDPI ബ്രാഞ്ച് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്താൻ സർക്കാർ അനുമതി കിട്ടിയാൽ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സെയ്ദ് അറിയിച്ചു. ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞു മുഹമ്മദ്, റഫീഖ്, അബൂബക്കർ, നൌഫൽ, അബ്ദുൾ റസാഖ് തുടങ്ങിയവരും അറിയിച്ചു. CCN ചെത്തല്ലൂർ. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് ബേക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറത്ത് കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ഇന്ധനവിലയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലുണ്ടായ വർധനവ് ബേക്കറി ഉടമകൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്ധനവില നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറുകിട ബേക്കറി യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഇത് ഈ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. അസോസിയേഷൻ ഭാരവാഹികളായ റഷീദ്, ഹംസ, സമീർ, സിബ്ഖത്ത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറത്ത് പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. മലപ്പുറം കിഴക്കേത്തലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുന്നുമ്മൽ KSRTC പരിസരത്ത് സമാപിച്ചു. ഇന്ധനവില നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ചെറുകിട ഹോട്ടൽ യൂണിറ്റുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഇത് ഈ മേഖലയെ വിശ്വസിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനും വലിയ സാമൂഹിക പ്രതിസന്ധിക്കും കാരണമാകും. നിരവധി ഹോട്ടൽ ഉടമകളും തൊഴിലാളികളും പങ്കെടുത്ത പ്രതിഷേധത്തിന് KHRA ജില്ലാ ഏരിയ നേതാക്കൾ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. CCN മലപ്പുറം. ലക്കിടി പേരൂരിലെ അകലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഗജവീരന്മാർ അണിനിരന്ന ഉത്സവ പറമ്പിലേക്ക് 100 കണക്കിന് പൂരപ്രേമികൾ ഒഴുകിയെത്തി.
CCN ചെറുപ്പുളശ്ശേരി. കർഷകനേക്കാളും പൊക്കമുള്ള പടവലങ്ങയുമായി ചത്തല്ലൂരിലെ ഒരു കർഷകൻ. ചത്തല്ലൂർ കാരുതൊടി സുബ്രഹ്മണ്യന്റെ തോട്ടത്തിലെ 8 അടിയിലധികം നീളമുള്ള പടവലങ്ങയാണ് ഇപ്പോൾ കൗതുക കാഴ്ചയായിരിക്കുന്നത്. അസാധാരണ വലിപ്പമുള്ള ഈ പടവലങ്ങ കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പടവലങ്ങ വളർന്ന് നിലം തൊട്ടതോടെ പന്തലിനു താഴെ കുഴിയെടുത്ത് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ കർഷകൻ. കഴിഞ്ഞ 15 വർഷമായി ജൈവ പച്ചക്കറി കൃഷിയിൽ സജീവമാണ് സുബ്രഹ്മണ്യൻ. സ്വന്തമായുള്ള 25 സെന്റ് സ്ഥലത്താണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. പടവലത്തിന് പുറമെ മത്തൻ, പയർ, വെണ്ട, കുമ്പളം, വെള്ളരി തുടങ്ങിയവയും ഇദ്ദേഹം വിളയിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് കിണർ വെള്ളം ഉപയോഗിച്ചാണ് നന. മീൻവളവും കടലപ്പിണ്ണാക്കുമാണ് പ്രധാന വളങ്ങൾ. കീടനാശിനികൾക്ക് പകരമായി വേപ്പെണ്ണ മിശ്രിതം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മികച്ച വിളവ് ലഭിക്കുന്നുണ്ടെങ്കിലും മയിലുകളുടെ ശല്യം കൃഷിക്ക് വെല്ലുവിളിയാണെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു. സൗരോർജ്ജ വേലി സ്ഥാപിച്ചതോടെ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരമായിട്ടുണ്ട്. കൃഷിയിലെ മികവിന് 2013 പഞ്ചായത്ത് തലത്തിലും 2020 വാർഡ് തലത്തിലും ഇദ്ദേഹത്തിന് മികച്ച കർഷകനുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻപ് നാവികസേനയിൽ ജോലി ലഭിച്ചിരുന്നെങ്കിലും അത് വേണ്ടെന്ന് വെച്ചാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് തിരിഞ്ഞത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ കാരുതൊടി അയ്യപ്പന്റെ സഹോദരൻ കൂടിയാണ് സുബ്രഹ്മണ്യൻ. ഞാൻ ചത്തല്ലൂര് കാരുതൊടി 71 ഇന്ത്യ പാക് യുദ്ധത്തിൽ മരിച്ച ജവാൻ അയ്യപ്പൻ്റെ സഹോദരനാണ്. ഞാനൊരു 30-35 വർഷമായി കാർഷിക രംഗത്ത് സജീവമായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ അടുത്ത ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിരവധി പച്ചക്കറികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പടവലങ്ങ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ കൃഷിയുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇത് പ്രത്യേക വിത്തൊന്നുമല്ല, ശ്രീകൃഷ്ണപുരത്ത് ഒരു വിത്ത് കൊടുക്കുന്ന ഒരു കടയിൽ നിന്ന് നീളം പടമുള്ള വിത്ത് വേണമെന്നാലും കൗമുദിയിലുള്ള ചെറിയ വിത്താണ് സാധാരണ കൃഷി ചെയ്യാറുള്ളത്. അപ്പോൾ അത് വേണ്ട, കുറച്ച് നീളമുള്ള വിത്ത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നീളം പടവത്തിൻ്റെ വിത്ത് ചോദിച്ചു, അത് കൃഷി ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അതൊരു പ്രത്യേക വളമൊന്നും ചെയ്യണില്ല. കടലപ്പിണ്ണാക്ക്, മീൻ വളം പിന്നെ കൊടുക്കും. കീടനാശിനിയായിട്ട് ജൈവ കീടനാശിനി വേപ്പെണ്ണ മിശ്രിതമാണ് ഉപയോഗിക്കാറുള്ളൂ. നമ്മുടെ വീട്ടാവശ്യത്തിന് ഇപ്പോൾ മുമ്പ് വൻതോതിൽ കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലില്ല, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അതിശയമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അങ്ങനെ കൃഷിക്കാരൻ അത് കുറേ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇതിനെ പറ്റി പറയാനുള്ളത്. 8 അടിയിലധികം ഉണ്ടാവും. 8 അടി എന്തായാലും ഉണ്ടാവും. കുറച്ച് ആഴത്തിക്കുണ്ടല്ലോ. പിന്നെ വളർച്ചയൊന്നും ആയിട്ടില്ല, ഇത് മൂപ്പൊന്നും ആയിട്ടില്ല. CCN ചത്തല്ലൂർ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ വിജയപ്രതീക്ഷയിൽ ആഘോഷങ്ങൾക്കൊരുങ്ങി പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കൂറ്റൻ പന്തലൊരുക്കിയും വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കിയും ആവേശത്തിലാണ് പ്രവർത്തകർ. 10 വർഷത്തെ പിണറായി ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ വിജയിത്താണ് നാളെ വരാൻ പോകുന്നത്. നാളെ പുലരുമ്പോൾ നാളെ 10 മണിയോടുകൂടെ നമ്മുടെ ആഘോഷ പരിപാടി തുടങ്ങുകയാണ്. UDF സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയം സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ വൈകുന്നേരം 5 മണി മുതൽ നമ്മൾ ആഘോഷ പരിപാടി തുടങ്ങുകയാണ്. അതിന് 5000 പേർക്കുള്ള ഒരു ഭക്ഷണമാണ് നമ്മളുടെ ബിരിയാണിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് എല്ലാവരെയും നമ്മൾ ആത്മാർത്ഥമായി ഇതിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുമാതിരി നമ്മൾ പാണ്ടിക്കാട് ടൗണിൽ ഇന്നുവരെ കാണാത്ത പല പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിജയാഘോഷത്തിന്റെ ഭാഗമായി 5000 പേർക്കുള്ള ബിരിയാണിയാണ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ തയ്യാറാക്കുന്നത്. വോട്ടെണ്ണൽ പൂർത്തിയായി ഫലം പുറത്തുവരുന്നതോടെ നാസിക് ഡോൾ, കരിമരുന്ന് പ്രയോഗം എന്നിവയുടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് വൈകുന്നേരം 6 മണിയോടെ പാണ്ടിക്കാട് ടൗണിൽ ഭക്ഷണ വിതരണവും പിന്നാലെ ഗാനമേളയും അരങ്ങേറും. ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നാളെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരികയാണ്. രാവിലെ റിസൾട്ട് വരുന്നതോടുകൂടി UDFന്റെ വിജയാഘോഷം ആഘോഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വലിയൊരു പന്തലൊക്കെ ഉണ്ടാക്കി ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് വേണ്ട 5000 പേർക്കുള്ള ഭക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നാളെ ഞങ്ങൾ വലിയ കോൺഫിഡൻറ്റോട് കൂടിയാണ് നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും നാളത്തെ നമ്മൾ ഒരുക്കുന്ന ആ വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പറയും. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ പാലക്കാട് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 12 മണ്ഡലങ്ങളിലുമായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 61 ടേബിളുകളും വോട്ടുകൾ എണ്ണുന്നതിന് 203 ടേബിളുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ വിജയപ്രതീക്ഷയിൽ ആഘോഷങ്ങൾക്കൊരുങ്ങി പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കൂറ്റൻ പന്തലൊരുക്കിയും വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കിയും ആവേശത്തിലാണ് പ്രവർത്തകർ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകില്ലെന്നും വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടും വേനലിൽ ദാഹജലത്തിനായി നെട്ടോട്ടമോടി തച്ചനാട്ടുകര പഞ്ചായത്തിലെ പുതുമനക്കുളമ്പ് നിവാസികൾ. പ്രദേശത്തെ മലയിൽ കോളനി ഭാഗത്താണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ മിക്ക വീടുകളിലെയും കിണറുകൾ കടുത്ത വേനലിൽ വറ്റി വരണ്ട നിലയിലാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.